രാജ്യാന്തര വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചതോടെ യാത്ര മുടങ്ങിയവർക്ക് മറ്റൊരു തീയതിയിലേക്ക് ടിക്കറ്റ് മാറ്റി നൽകി തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു. യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്ത നിരവധി പേരാണ് പൈസ തിരികെ കിട്ടാതെ വലഞ്ഞത്. കഴിഞ്ഞ മാർച്ച് മുതലുള്ള ടിക്കറ്റുകൾ 2021 ഡിസംബർ 31 വരെ ഏത് ദിവസത്തേക്ക് മാറ്റി നൽകുന്നുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പ്രത്യേക നിരക്ക് ഈടാക്കുകയില്ലെന്നും അവർ പറയുകയാണ്. എന്നാൽ മാറ്റുന്ന കാലത്തെ വിമാന ടിക്കറ്റ് നിരക്കിലെ വ്യത്യാസം യാത്രക്കാർ നൽകേണ്ടി വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്തവർ എയർലൈനുമായി നേരിട്ടും എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്തവർ എയർലൈൻ ഓഫീസിലോ അതത് ട്രാവൽ ഏജൻസികളുമായോ ബന്ധപ്പെട്ടാൽ മാറ്റി കിട്ടുന്നതായിരിക്കും. അതേസമയം ടിക്കറ്റ് എടുത്ത യാത്രക്കാരന്റെ പേരിലേക്ക് മാത്രമേ മാറ്റി നൽകൂ എന്നതാണ് പ്രധാന നിബന്ധന. മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാനാവുന്നതല്ല. അതേസമയം യാത്ര വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകുന്നതായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ വിധി അനുസരിച്ച് തീരുമാനമുണ്ടാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രവാസി ലീഗൽ സെല്ലാണ് ഈ ആവശ്യമുന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. യാത്ര മുടങ്ങിയ വിമാന ടിക്കറ്റുകൾ വന്ദേ ഭാരത് മിഷൻ വിമാനത്തിലേക്ക് മാറ്റി നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ഇതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രസ്തുത സെക്ടറിലേക്ക് നിലവിൽ സർവീസുകൾ ഉള്ള ടിക്കറ്റുകളാണ് വന്ദേ ഭാരതിലേക്ക് മാറ്റി നൽകുന്നത്. അല്ലാത്തവർക്ക് സാധാരണ വിമാന സർവീസ് തുടങ്ങുന്ന രീതിയിലേക്ക് മാറ്റി നൽകുന്നതാണ്. സാധാരണ വിമാന സർവീസ് പുനരാരംഭിച്ചിട്ടില്ലാത്തതിനാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തിരക്ക് കൂട്ടേണ്ടെന്നും അധികൃതർ സൂചിപ്പിച്ചു. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, സൗദിയ തുടങ്ങിയ വിദേശ എയർലൈനുകളിൽ ടിക്കറ്റ് തുക തിരിച്ചെടുക്കാനോ മറ്റൊരു തീയതിയിലേക്ക് യാത്ര മാറ്റാനോ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച തീയതി മുതൽ ഒരു വർഷത്തിനകത്തുള്ള തീയതിയിലേക്ക് മാറ്റാവുന്നതാണ്. എമിറേറ്റ്സ് എയർലൈനിൽ 2 വർഷത്തിനകം യാത്ര ചെയ്താൽ മതിയാകും. ഇതിനായി അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. ഇതേസമയം ഇത്തിഹാദിലും എയർ അറേബ്യയിലും ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ എയർലൈനുകളിലും തീയതി മാറ്റാനേ സാധിക്കൂ. അതോടൊപ്പം തന്നെ കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന ഔദ്യോഗിക സ്വകാര്യ വിമാന കമ്പനികൾ ഉപയോഗിക്കാത്ത വിമാന ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതുപ്രകാരം ഈ രാജ്യങ്ങളിലുള്ളവർക്ക് എല്ലാ എയർലൈനുകളും ടിക്കറ്റ് തുക തിരിച്ചു നൽകി വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.